ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ഇഡിയംസും ഫ്രൈസസുമാണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിവിധ വിഷയങ്ങളിൽ ഇതിനകം തന്നെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് LP UP എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സൈക്കോളജി ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പഴയ SCRT ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, അങ്ങനെ ഒട്ടനവധി ടോപ്പിക്സ് നമ്മൾ ഇതിനകം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്ത ആളുകൾ അത് കൂടി കണ്ട് ഉപയോഗപ്പെടുത്തുക. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. അപ്പം മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ഇഡിയം ബറി ദ ഹാഷെ. എന്താണ് ബറി ദ ഹാഷെ എന്ന ഇഡിയമിന് അർത്ഥം? അപ്പൊ ഇഡിയംസ് ആവുമ്പോൾ ഓരോ പദത്തിന്റെയും അർത്ഥം വെച്ചുകൊണ്ട് നമുക്ക് ആ സെന്റൻസിന്റെ മീനിങ് എല്ലായ്പ്പോഴും ഊഹിക്കാൻ കഴിയില്ല. ബറി ദ ഹാഷെ, ഹാഷെ എന്ന് പറഞ്ഞാൽ ചെറിയ കോടാലിക്കാണ് ചെറിയ കോടാലി പോലുള്ള ടൂളിനാണ് നമ്മൾ ഹാഷെ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള ആയുധം കളയുന്നത്? നമുക്ക് ഒരാളോടുള്ള ശത്രുത മാറുമ്പോഴാണ്, അല്ലെ? ശത്രുത മാറുമ്പോഴല്ലേ നമ്മൾ ആയുധം കളയുന്നത്. അപ്പൊ ബറി ദ ഹാഷെ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എൻമിറ്റി. ഓപ്ഷൻ സി, സ്റ്റോപ്പ് എൻമിറ്റി. ഞാൻ അവിടെ വരയ്ക്കുന്നില്ല, അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുക. ബറി ദ ഹാഷെ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റോപ്പ് എൻമിറ്റി കേട്ടോ. ഓപ്ഷൻ സി, സ്റ്റോപ്പ് എൻമിറ്റി എന്നുള്ളതാണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള പഴയ SCRTയിൽ പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ്, ഹി കിക്ക്ഡ് ദ ബക്കറ്റ്. ഹി കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹി കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ അന്തരിച്ചു അഥവാ ഡൈഡ്. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. ഹി കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി, ഡൈഡ് ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ് ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. അവൻ ജോലി സ്ഥിരമായി ചെയ്യാറില്ല. അപ്പൊ ഇറഗുലർലി എന്ന പദത്തിന് പകരമായിട്ട് നമുക്ക് ഏത് ഇഡിയംസ് യൂസ് ചെയ്യാം? കഴിഞ്ഞ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഇഡിയംസ് തന്നു, അതിന്റെ മീനിങ് ആണ് ചോദിച്ചത്. ഇവിടെ ഒരു മീനിങ് തന്നു, അതിന് പറ്റുന്ന ഇഡിയംസ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇറഗുലർലി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും, അല്ലെ, വല്ലപ്പോഴും എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഡിയം ഓപ്ഷൻ ബിയിൽ കാണുന്നതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ബൈ ഫീറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ബൈ ഫീറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്നുള്ളതാണ് ആൻസർ. സോ ബാക്കി ഓപ്ഷൻസിൽ വരുന്നതും ഇഡിയംസ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് കൂടി നമുക്ക് അറിയണ്ടേ? അപ്പൊ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വൈറ്റ് കളറാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വൈറ്റ് കളറിലാണ്. അതിൽ എഴുതിയിരിക്കുന്ന ഫോണ്ട് ബ്ലാക്ക് കളറാണ്. സോ ഇൻ റൈറ്റിംഗ് എന്നാണ് അർത്ഥം, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഒരു എഴുത്തിൽ ഒരു ബ്ലാക്ക് പ്രതലം ഉണ്ടാകും, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും, അതിൽ ബ്ലാക്ക് കളേഴ്സിലായിരിക്കും ഫോണ്ട് വരിക. അപ്പൊ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റൈറ്റിംഗ് എന്നാണ് മീനിങ്. ഓക്കെ അല്ലേ? ഇനി ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സംവൺ. ഒരാളെ നമ്മൾ തലയിൽ കയറ്റി വെക്കുക, ഹെഡ് ഓവർ ഹീൽസ്, അല്ലെങ്കിൽ ഒരാളുടെ കാലിൽ നമ്മുടെ തല വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരാളോട് അത്രയ്ക്ക് സ്നേഹം തോന്നുമ്പോഴായിരിക്കണം, അല്ലെ? വെരി മച്ച് ഇൻ ലവ് വിത്ത് സമ്മൺ, ഒരാളോട് വളരെയധികം സ്നേഹം തോന്നുക എന്നുള്ളതാണ് ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സമ്മൺ. ആരുടെയെങ്കിലും ഹെഡ് ഓവർ ഹീൽസ്, അല്ലെ, ആരുടെയെങ്കിലും തലയിൽ കാല് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ചുമലിലേറ്റുക എന്നുള്ളതിനർത്ഥം. ഇനി ഇൻ ഡീപ് വാട്ടർ, വളരെ ആഴത്തിലുള്ള വെള്ളത്തിൽ വീണാൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ വളരെ ആഴത്തിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. സോ ഇൻ ഡീപ് വാട്ടറിന്റെ മീനിങ്ങും അത് തന്നെയാണ്. ഇൻ ഡീപ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഓക്കെ, അതും കൂടി പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ചോദ്യം, ഫീൽ ബ്ലൂ മീൻസ്. SCRT ആണ്, പഴയ SCRT ആണ്. ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നുക എന്നുള്ളതാണ്. ബ്ലൂ എന്ന് പറയുന്ന കളറ് നമ്മളെപ്പോഴും സങ്കടത്തോട് ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ ഫീൽ ബ്ലൂ എന്ന് പറയാം സങ്കടം തോന്നുക. ദെൻ യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് എന്നതിന്റെ അർത്ഥം എന്താ? നട്ട്സ്, നട്ടിളകി പിരിയിളകി എന്ന് പറയുമ്പോൾ നമ്മൾ ഭ്രാന്തിന് പറയുന്ന സാധനമാണ്. അത് തന്നെയാണ് നീ എൻ്റെ പിരിയിളക്കുന്നു എന്ന് പറഞ്ഞാൽ യു മാക്ക് മീ ക്രേസ്. ഓപ്ഷൻ സി, യു മാക്ക് മീ ക്രേസി എന്നുള്ളതാണ്. നീ എന്നെ വട്ട് പിടിപ്പിക്കുന്നു, ഭ്രാന്ത് പിടിപ്പിക്കുന്നു. Then the idiom rides a high horse means വലിയ ഉയർന്ന കുതിരയെ ഓടിക്കുക. അപ്പൊ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ യാത്ര ചെയ്യുന്ന കുതിരകൾക്ക് എന്തുണ്ട്? പ്രത്യേകതയുണ്ട്. ഇന്ന് നമുക്ക് പല വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിൽ വളരെ ഉയർന്നു നിൽക്കുന്ന വാഹനങ്ങൾ, അല്ലെ, ഹൈറ്റ്, ഉയർന്നു പറഞ്ഞാൽ ഹൈറ്റിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നത് എന്തിനാ? ഞാൻ
വളരെ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല വലിയ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? നമുക്കൊരു പ്രൗഡ് തോന്നും അല്ലെ? ഫീൽ പ്രൗഡ്, അത് തന്നെയാണ് ഫീൽ പ്രൗഡ്. വലിയ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വലിയ പ്രൗഡ് തോന്നും. പണ്ടത്തെ വാഹനമായിരുന്നു ഹോഴ്സ്, അപ്പൊ വലിയ ഹോഴ്സ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഫീൽ പ്രൗഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ഗീവ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ബിൽഡ് കാസ്റ്റൽസ് ഇൻ ദ എയർ. വായുവിൽ കെട്ടിടം നിർമ്മിക്കുക. വായുവിൽ കെട്ടിടം നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ഫോളിഷ് കാൽക്കുലേഷൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, മേക്ക് ഫോളിഷ് കാൽക്കുലേഷൻസ് എന്നാണ് അതിന്റെ മീനിങ്. ബിൽഡ് കാസ്റ്റൽസ് ഇൻ ദ എയർ. ദെൻ അടുത്ത ചോദ്യം, ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ. വലിയ ഓക്ക് മരങ്ങൾ പോലും ചെറിയ കേട്ടോ, ചെറിയ വിത്തിൽ നിന്നാണ് മുളച്ചു വരുന്നത് എന്ന് പറയുമ്പോൾ എന്താ? വലിയ കാര്യങ്ങൾ പോലും ചെറുതായിട്ടാണ് തുടങ്ങുന്നത് എന്നാണ് അതിന്റെ മീനിങ് അല്ലെ? വലിയ കാര്യങ്ങൾ പോലും ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. സോ ഓപ്ഷൻ ബി, ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. വലിയ എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ദെൻ ലാസ്റ്റ് ചോദ്യം, ദ ATM എ റെഡ് ലെറ്റർ ഡേ. നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ ചില ദിവസങ്ങൾ റെഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടാകും. അത് നമുക്ക് അവധി ദിവസമാണ്. അപ്പൊ അവധി ദിവസം വളരെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഹാപ്പി ആകുന്ന ദിവസങ്ങളാണ് നമ്മൾ എന്താക്കുന്നത്? റെഡ് ലെറ്റർ ഡേ ആയിട്ട് കൊടുക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ? സോ ഇന്ന് നമ്മൾ 10 ഇഡിയംസ്, 10 അല്ല, ഒരു 13 ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല പരീക്ഷകളിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇഡിയംസ് ആണ് ഇവ. നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന പല എക്സാംസിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഡിയേഴ്സ്, ഇംഗ്ലീഷിൽ നിന്നും ഏത് ഭാഗത്തിലുള്ള PYQ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.